മനോട്ടോ ക്ലച്ച് വയറോ ഗിയറിൽ വയറോ? ഇനി ഏത് വയറാ കഴിച്ചേ? ക്ലച്ചിന്റെ. പിന്നെ എന്നോട് ചോദിക്കണം നായ ഇനി ഏത് കേബിളാ മാറ്റേണ്ടതെന്ന്. പോരട്ടെ ബലിക്ക് മോനെ ബലിക്ക്. എൻ്റെ മോനെ ഒരു ഞാൻ ഇവിടെ എത്തിച്ചിട്ടേ. എന്നാ പിന്നെ ഞാൻ നിൽക്കണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ടെ. ആ നിങ്ങൾ കൂടെ മനോട്ടാ. ഇതെന്നാടെ പറ്റിയ കെട്ടി കളിച്ചോണ്ടോ വണ്ടി? ഒന്നും പറയണ്ട. കല്ലാച്ചി വരെ ഒരു ഓട്ടം പോയത്. ആടെ വണ്ടി സൈഡാക്കി ചായ കുടിച്ചിട്ട് വന്ന് സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നത്. മനോട്ടാ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് സ്റ്റാർട്ടർ വരെ കഴിച്ചിന്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ ഒന്ന് നോക്കട്ടെ. എഞ്ചിൻ പണിയാക്കൂലേ? ഒന്ന് നോക്കട്ടെ. നിങ്ങൾ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് എന്തെന്നാ പറ്റിയതെന്നു എത്ര പൈസ ആവുന്നല്ലോ ഒന്ന് പറഞ്ഞാലേ എനിക്ക് പൈസ തന്നെ വയ്യ തന്നെ പറയാലോ. ഇത് കൊണ്ടുപോയിട്ടില്ലല്ലോ, ഒന്ന് തണിയട്ടെ കുഞ്ഞുമോനെ. ഒന്ന് തണിഞ്ഞിട്ട് എഞ്ചിൻ തണിഞ്ഞിട്ടില്ല, ഒന്ന് നോക്കാം. തിരക്കാക്കല്ലേ ഇനി. കെട്ടി വെച്ച വണ്ടി എന്ത് തണിയാനാ? ഇത് ബസ്സാപ്പിലെ ആൾക്കാർ സ്ഥിരം ഡയലോഗാ പറഞ്ഞു ശീലിച്ചേനി. അത് ശരിയാ. തിരക്കൊന്നുമില്ല, നിങ്ങളൊന്ന് പറ്റിയെന്നൊന്ന് നോക്കി തന്നാൽ മതി. എന്താ ചെയ്യാ, കെട്ടി വലിച്ച വണ്ടിക്ക് 500 റുപ്യ അങ്ങ് വാങ്ങി. ഒരു സാധാരണ നേരം വേണ്ടേ? 3 മാസം മുന്നേ ഓളെ കല്യാണം മോതിരം പണയം വെച്ചിട്ടാ ഗിയർ ബോക്സിൻ്റെ പണി എടുത്ത്. ഇനിയിപ്പോൾ എഞ്ചിൻ പണിയായിട്ടാ വരുന്ന പൈസക്ക് ഞാൻ ഐഡിയ പോവാ. അനിയക്ക മോതിരം ഒരിക്കലും കൂടി ചോദിച്ചോക്കറാ തരുമോന്ന്. ഓള് തരൂ, ബാങ്കുകാർ തരുവാ. ആ മോതിരം ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്തില്ല? ഏടുന്ന് എടുത്തു കൊടുക്കുവേ. എല്ലാം മനോട്ടെ ഒരു ക്ലച്ചിൻ്റെ ഒക്കെ ഉള്ള 10 മിനിറ്റത്തെ പണിയുള്ളൂ. അയങ്ങളൊന്നും എടുത്തിയായിരുന്നു. ഇന്റെ പണിയാ ചെക്കൻ എടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് മാറ്റി തരാം കുഞ്ഞുമോനെ, നിൽക്ക്. എൻ്റെ അമ്മ ഒരു ക്ലച്ച് കേബിള് പൊട്ടിയിട്ട് വന്നതാ. എന്നോട് അറിഞ്ഞ് പിന്നെ ചോറും വെച്ചിട്ട് വരി അപ്പൺ കേക്ക് റെഡിയാക്കാൻ. ഇപ്പം വന്നേക്കും പറഞ്ഞ ഒരു 10 മിനിറ്റ് ഇതാ റെഡിയാക്കുന്നുണ്ട്. എന്തെന്ന് പെരാന്തെടുക്കുന്നേ മോനെ. കൂട്ടാട്ടാ നിങ്ങളെ പണി കഴിഞ്ഞ മോനെ. എൻ്റെ അമ്മോ രക്ഷപ്പെട്ടിട്ടാ. സമാധാനമായി. ഇതാടാ വെച്ച എന്നാ താങ്ക് യു. നല്ലോണം. ഞാൻ പിന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞല്ലോ. എന്റെ വണ്ടിയുടെ പണിയില്ലേ, എടുത്ത് ഒഴിവാക്ക്. വേറെ വണ്ടി കാരണം ഞാൻ ബാത്റൂമിൽ പോയിട്ട് പെട്ടെന്ന് ആ ഇവനോട് ആദ്യമായിട്ടാലും വരുന്നേ. ഇവൻ സ്റ്റാൻഡിൽ ഓടുന്നേ? ഇവ നമ്മളെ സ്റ്റാൻഡിൽ തന്നെ ഓടുന്നേ. എടാ വളയത്ത് സ്ഥലം നാദായിരുന്നു. അത് ശരി, നാദായിരുന്നു അല്ലേ? ഞാൻ 10 മുപ്പതിലായിട്ട് നാദാരം വർഷാപ്പില്ലല്ലോ. ഇവനെ എടിയുന്നു, എനിക്ക് കണ്ടു പരിചയമൊന്നുമില്ലല്ലോ. ഇവന്റെ വീട് എടിയുന്നു. എന്നെ ഞങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. അച്ഛൻ നാദാരത്ത് 10 രൂപ ഓട്ടോ ഡ്രൈവറായിരുന്നു. ഏത് ഓട്ടോറിക്ഷ? അച്ഛൻ്റെ പേരുന്നേനു? മഴവില്ലെന്ന് ഓട്ടോറിക്ഷൻ്റെ പേര്. അച്ഛൻ്റെ പേര് ചന്ദ്രൻ. 2-3 ചന്ദ്രൻ ഉണ്ടേനു. അതിൽ ഇഞ്ച അച്ഛനൊക്കെ അത്ര മനസ്സിലാവില്ല. എൻ്റെ ഫോണിൽ ഫോട്ടോ ഉണ്ടേനു. ആ അച്ഛൻ്റെ ഫോട്ടോ, അച്ഛൻ്റെ ഫോട്ടോ ഇല്ലില്ലാട്ടാ. അമ്മേൻ്റെ ഫോട്ടോ പെങ്ങളെ ഫോട്ടോ ഉണ്ട് എൻ്റെ ഫോണിൽ. അതുണ്ടോ? അതുണ്ട്. അല്ല അതുണ്ടാവും ആമ്പിള്ളേരുടെ ഫോണിൽ. പിന്നെ അമ്മേൻ്റെ ഫോട്ടോ പെങ്ങളെ ഫോട്ടോയിലുണ്ടാവും. അച്ഛൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ടാവില്ല. അത് നമുക്കറിയാം. എൻ്റെ നെഞ്ചാണ് നീ എൻ്റെ ഫാത്തി. ഉയ്യൻ്റെ മനോട്ട് എല്ലാം ഇങ്ങോട്ട് ഞാൻ ടാങ്ക് കഴിക്കും പറഞ്ഞു. ചായൻ്റെ കുരിപ്പ് എന്തെന്നാടാ എന്റെ ടാങ്ക് കഴിച്ച് വെച്ചിരുന്ന കുരിപ്പ്. ഇങ്ങനെ അവനോട് പറഞ്ഞേ. ഞാൻ എന്തോ പറയാനാ, ക്ലച്ചിന്റെ കേബിൾ ബേത്തിന് മാറ്റിക്കൊണ്ട് കുരിപ്പിന് 20 റുപ്യ ടിപ്പും കൊടുത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞ് എന്നാ ടാങ്കി ഒന്നും മാറ്റി ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയതാ മനോട്ടാ. എണ്ണ ടാങ്കി എന്നാ പറഞ്ഞേ, അല്ലെങ്കിൽ എന്നാ ടാങ്കി ഒന്നോ? എന്നാ ടാങ്കി ഒന്ന് ടാങ്കി എന്നല്ല പറഞ്ഞേ. മുത്തപ്പനാണ് സത്യം മനോട്ടാ. ഞാൻ എന്നാ ടാങ്കി എന്നേ പറഞ്ഞേ. പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ്, ഞാൻ ഫിറ്റ് അയച്ചുതരാം. ഞാൻ പ്രശ്നമാക്കല്ല. ഇനിയും 10 മിനിറ്റ് കുത്തിക്കണം കേട്ടോ. ഒരവസ്ഥ ഒന്നും പറയണ്ടേ. നമ്മളെല്ലാം ജീവിതം എങ്ങനെയാണോ? നമ്മൾ ഓട്ടോറിക്ഷയിലും വർഷാപ്പിലും തീരും. അച്ഛൻ ഇപ്പാണെങ്കിൽ ഉണ്ടല്ലോ പൊന്നും വിലക്ക് ബുക്കേണ്ട സ്ഥലമാണ് കല്ലാച്ചിമാല്. ഒരു ചായ കുടിക്കേണ്ട പൈസക്ക് അന്ന് വിറ്റത് സെന്റിന് 40,000 റുപ്യക്ക്. 40,000 റുപ്യേൻ്റെ ചായ കുങ്കുമപ്പൂവല്ലിട്ടുള്ള ചായ ആയിരിക്കും അല്ലേ? കാര്യടാ. ഒറ്റ കാര്യം പറയാമോ? അപ്പാട് തമാശ അല്ലേ? നമ്മളെ കാര്യം അവസ്ഥയല്ലേ പറയുന്നത്. ഓൻ പറഞ്ഞതിന് കാര്യമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എൻ്റെ അച്ചാച്ചനും ആദ്യം വയനാട്ടിലൊരു സ്ഥലമുണ്ട്. അങ്ങ് ഏക്കറ കണക്കിന് സ്ഥലമുണ്ട്. അച്ചാച്ചേ അന്ന് കാറ് കൊടുത്തിട്ട് പറമ്പ് വെക്കാൻ പോകും. അന്നേരം ഞാൻ ചെറുതേന് എന്നെ അങ്ങ് കൂട്ടും. രാവിലെ ഞാൾ
പറമ്പിന്റെ ഇങ്ങേ അറ്റത്തുനിന്ന് കാറ് സ്റ്റാർട്ടാക്കിയാൽ വൈകുന്നേരം 6 മണിയാവും അങ്ങേ തറ്റത്തിലെത്തുക പറമ്പിന്റെ ആന്ന് അതൊക്കെ നേരാക്കാത്ത ഇത് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ എൻ്റെ കാര്യം ഓർമ്മ. എൻ്റെ അത്താച്ചന് ഇതുപോലെ തന്നെ ഒരു കാറുണ്ടായിരുന്നു. ഇത് ഞാനിതാക്കി കിട്ടുന്ന പൈസക്ക് കൊട്ടക്കാർക്ക് ഇരുമ്പിൻ്റെ പൈസക്ക് കൊടുത്തിട്ട് ഒരു ചവിട്ട് സൈക്കിൾ വാങ്ങിന. എല്ലടോ എൻ്റെ ചിരിയല്ല എടുക്കട്ടെ. ഇനി കെട്ടി വലിച്ച വണ്ടി പോയാ അത് പോയി അതിൻ്റെ പൈസ എല്ലാം കൊടുത്ത് പറഞ്ഞല്ലേ. ഇങ്ങനത്തെ ഇനിയിപ്പോൾ നടക്കണോ? എന്നാ 3 ലിറ്റർ എണ്ണ വാങ്ങിയിട്ട് വേമ്പാ. എണ്ണയില്ലാത്ത വണ്ടിയും കെട്ടി വലിച്ചിട്ടാ ഇനി ചിരിക്കുന്ന ഇവിടുന്ന് ബടായി വെക്കുന്ന ഇവിടെ വന്നിട്ട് എണ്ണയില്ലാത്ത വണ്ടിയല്ലേ കെട്ടി വെച്ചുകൊണ്ടുവന്ന്. എഞ്ചിൻ പണിയാൻ തോന്നുന്നു. എഞ്ചിൻ പണി എന്നിട്ടില്ലേ? എണ്ണയില്ലാത്ത വണ്ടിയും കെട്ടി വലിച്ച് വന്നിട്ട് അവന്റെ അച്ചാച്ചന്റെ കാറാണോ കാറ്